ഒരു കൊച്ചിന് എമർജൻസി ആണ്. അങ്ങനെ ഒലീവ് ഹോസ്പിറ്റലിൽ എത്തി. ഡോക്ടർ പറഞ്ഞു 20 മിനിറ്റ് കൊണ്ട് ഏകദേശം എത്തിക്കണം. ഭയങ്കര ക്രേസ് ആയിരുന്നു. നമ്മള് എങ്ങനെ ജീവിക്കണം എന്നല്ലല്ലോ, മറ്റുള്ളവരെ ജീവിപ്പിക്കുക എന്നല്ല. എനിക്ക് എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, മറ്റുള്ളവരെ ജീവൻ രക്ഷിക്കുക. എല്ലാരും മാറിത്തരും, നമ്മൾ എത്തിപ്പെടും എന്നുള്ള വിശ്വാസമാണ്. അവരെ ജീവനും നമ്മളെ ജീവനും നമ്മളെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആലോചിച്ചിട്ടൊക്കെ തന്നെ പോണത്. ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ മറ്റുള്ളവർക്ക് കുരിശ് വരക്കുന്നത്, അത് നമുക്കും അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുരിശാണ്. ഇതിപ്പോ ഈ കുട്ടി എന്ന് പറഞ്ഞ സംഭവം ഈ ഓൾ കേരളയിലായാലും പുറത്തുള്ള ആംബുലൻസ് ആയാലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ മിക്ക ഡ്രൈവേഴ്സ് ഒറ്റയ്ക്കായിരിക്കും, അതുകൊണ്ടൊക്കെ ഈ വീഡിയോ ഒക്കെ വരാതെ. ആദ്യം ഒരു അക്സെപ്റ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി വീട്ടിൽ കൂടുന്നവരിലും ബ്ലഡ് കളയലും എതിർപ്പായിരുന്നു. വണ്ടി കൊണ്ടുണ്ടോ അല്ലെങ്കിൽ പോകണ്ടെന്നൊക്കെ. പേടിയല്ല ഞങ്ങൾക്ക് കൊണ്ടിട്ടാ, പേടിയില്ലാതെ ഞങ്ങൾ പറയില്ല. ഞങ്ങൾക്ക് പേടി കുറവ്. നമ്മളെ ഉള്ളിലൊരു തീ എന്തായാലും വരും. അവിടെ എത്തുന്നവരെ പേടി തന്നെയാണ്. അവിടെ എത്തിയെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ സമാധാനമുള്ളൂ. ഉള്ളിലൊക്കെ പൊട്ടിയിരുന്നു. കാരണം ബസ് കയറിയതായിരുന്നു. ഞാനത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷമാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കുഞ്ഞുവാവയെ രക്ഷിച്ച ആംബുലൻസ് ഡ്രൈവറാണ് എന്നോടൊപ്പം ഉള്ളത്. അജ്മൽ അല്ലേ? അജു എന്ന് വിളിക്കും. അജു. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. അജുവിൻ്റെ ആ വീഡിയോ ഭയങ്കരമായിട്ട് ഓടി. അതിൽ ഒന്നുമില്ല, കുഞ്ഞുവാവയ്ക്ക് 20 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. 1.5 വയസ്സുള്ള വാവ. ആ ഷിഫ്റ്റ് ചെയ്യേണ്ട വാവേനെ 13 മിനിറ്റ് കൊണ്ട് ആംബുലൻസിൽ എത്തിച്ച ആളാണ്. മാത്രമല്ല അതിലെല്ലാവരും കമൻ്റായിട്ട് പറഞ്ഞേക്കുന്ന ലാസ്റ്റ് ആ കുഞ്ഞുവാവെ എടുത്തുകൊണ്ട് അജു പോകുന്നൊരു സീനുണ്ടെന്നാണ് പറയുന്നത്. അജു ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, ജീവൻ രക്ഷിക്കുന്ന ആളുകൾക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത്. കൺഗ്രാറ്റ്സ്. അന്ന് സംഭവം എന്തായിരുന്നു ശരിക്കും ഉണ്ടായത്? നമ്മളെ ഒലീവിത്തെ സുകന്യ മാഡം നമ്മളെ വിളിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന്, നമ്മുടെ ഒലീവ് ഹോസ്പിറ്റലാണ്. വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കൊച്ചിന് എമർജൻസി ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. അങ്ങനെ ഒലീവ് ഹോസ്പിറ്റലിൽ എത്തി. ഓക്സിജൻ അപ്ലൈ കൊടുത്തു ആൾക്ക്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു അജു 20 മിനിറ്റ് കൊണ്ട് ഏകദേശം എത്തിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ ഷമീർ നമ്മളെ ഓണർക്ക് വിളിച്ചു. ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ ഇത്രയും ക്രിട്ടിക്കലാണ്, മദർ ഹോസ്പിറ്റലിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞു. നമ്മളെ ഓണർ എന്ത് ചെയ്തു, നേരെ അവിടുത്തെ ഷിൻഡോ സാറിനെ വിളിച്ചു സംസാരിച്ചു. അവരെല്ലാ ഫെസിലിറ്റി നമുക്ക് അവിടെ തയ്യാറാക്കി തന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ശാന്തിനി എന്ന് പറയുന്ന ഡോക്ടറാണ്, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ആള് നോക്കിയിരുന്നത്. അവിടുന്ന് ഞങ്ങൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. കാരണം എല്ലാതും ഞങ്ങൾ നോക്കി ആളെ വെന്റിലേറ്ററിൽ കയറ്റിയതിന് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങി വരുന്നത്. അവിടുന്ന് ഒരു 1.5 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ വിളിച്ചായിരുന്നു. കൊച്ച് ഓക്കെ ആണ്, ഇപ്പൊ കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ സമാധാനമായി. കാരണം ആൾ ഓക്കെ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ആംബുലൻസിന്റെ ആ ഒച്ചയില്ലേ, അത് കേൾക്കുന്നത് പോലും എനിക്ക് പേടിയാ. സൈറൻ കേൾക്കുന്നത് പോലും എനിക്ക്, നമ്മളൊക്കെ ഡ്രൈവ് ചെയ്ത് സ്ഥിരം പോകുമ്പോൾ ഒരു ആംബുലൻസിന്റെ സൈറൻ കേട്ടാ എവിടുന്നാന്ന് അറിയില്ല ഞെട്ടും. ഭയങ്കര ടെൻഷനാണ്. അതായത് നിങ്ങളുടെ സ്പീഡോ കാര്യങ്ങളല്ല, ഏതോ ഒരു ജീവൻ അതിന്റെ അകത്തുണ്ട്. അവർക്ക് അത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. നമ്മളൊക്കെ ചില കുട്ടികളുണ്ട്, എന്റെ ഹോസ്റ്റൽ മേറ്റ് തന്നെ ഇങ്ങനെ കുരിശൊക്കെ വരയ്ക്കും, പ്രാർത്ഥിക്കും ചിലവര്. ഞാനാണെങ്കിൽ എത്തിപ്പോലും നോക്കത്തില്ല, ഇങ്ങനെ പോലും നോക്കത്തില്ല. ആംബുലൻസ് കൊണ്ട് അതിനകത്ത് ആരാണ്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 24. ഇതിപ്പോ എത്ര വർഷമായി ആംബുലൻസ് ഓടിക്കുന്നത്? 6 വർഷമോ? അപ്പൊ 18 വയസ്സ് കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങോട്ട് പോകുന്നോ? അത് പിന്നെ എന്താ ആംബുലൻസ് തന്നെ ഭയങ്കര ക്രേസ് ആയിരുന്നു. സ്പീഡിൽ പോകാൻ വേണ്ടിട്ട് അല്ല, നമ്മള് എങ്ങനെ ജീവിക്കണം എന്നല്ലല്ലോ, മറ്റുള്ളവരെ ജീവിപ്പിക്കുക എന്നല്ലേ. അതെ, എനിക്ക് എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, മറ്റുള്ളവരെ ജീവൻ രക്ഷിക്കുക. അങ്ങനെയൊന്നും പറയല്ലേ. നമ്മൾക്ക് നിങ്ങൾ ആംബുലൻസുകാരെ നമ്മളൊക്കെ ഭയങ്കര വിളിക്കും. 108 എന്ന് പറയുന്നത് ആ നിലവിളി ശബ്ദം ഇടോന്ന് പറയുന്ന പോലെ. അപ്പൊ നമുക്കൊരു എപ്പോഴും നിങ്ങൾ വന്നാൽ നമ്മൾ രക്ഷപ്പെടും. ആംബുലൻസ് വരാൻ ചിലർക്ക് പറയും ആംബുലൻസ് വരാൻ ലേറ്റ് ആയി അല്ലെങ്കിൽ വേണ്ട ഫെസിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ മുതലാളിനെ ഒന്ന് ചോദിച്ചിരിക്കാം. വൈറൽ കണ്ടന്റ് എടുക്കുക എന്നുള്ളതുണ്ട്, പക്ഷെ അതിലൊരു കണ്ടന്റിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആണോ? ഒരു ജീവൻ രക്ഷിച്ച കേസാണ്. ആ കുട്ടിക്ക് എന്തോ ഭയങ്കരമായിട്ടും ഫിക്സ് കൂടുതലായിട്ട് വന്നല്ലേ? ഫിക്സ് 10 മിനിറ്റ് വരാൻ പാടുള്ളൂ കുട്ടികൾക്ക്. അതാണല്ലേ 11 മില്യൺ ഓടിയ ഒരു വീഡിയോ. അതാണ് വീഡിയോ എടുത്തിട്ടില്ല.
അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട് ആ. അവിടുന്ന് ഇത്ര ടൈമിനുള്ളിൽ എത്താൻ പറ്റും എത്തി അല്ല ഈ ബ്ലോക്ക് ഒക്കെ താണ്ടി ബ്ലോക്ക് എന്ന് പറഞ്ഞാല് ആംബുലൻസ് എന്ന് പറയുമ്പോ ഏതൊരു വണ്ടിക്കാരും ബസ്സാരായിക്കോട്ടെ ഏതൊരു ബൈക്കുമ്പോ പോണവരും അതിൽ പരമാവധി മാറി തരും എന്താ വെച്ചാല് പേടിച്ചിട്ടൊന്നല്ല ഒരാള് കൊണ്ടുപോകണ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ ഈ എല്ലാവരും നമ്മളോട് സഹകരിക്കാറുണ്ട്. പിന്നെ അബദ്ധങ്ങളൊക്കെ ഡ്രൈവേഴ്സിന് പറ്റും എന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് ഒതുക്കുമ്പോഴൊക്കെ നമുക്ക് ഗ്യാപ്പില്ലാണ്ടാവും. അത് അവർ കുറ്റമല്ല, ഒരു വണ്ടിയാണ് ഇപ്പൊ ഒതുക്കി തരുന്നതാണ്. ഈ 6 വർഷമായിട്ട് ഇയാളുടെ കൂടെയാണോ വർക്ക്? ഇല്ല, അവന് ഒരു 3 മാസമായിട്ടുള്ള എൻ്റെ അടുത്ത് വന്നിട്ട്. ആ, ഞാൻ ആകെ ഒരു കൊല്ലമായിട്ടുള്ള ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്. ഒരു കൊല്ലമായിട്ടുള്ളൂ. പേരെങ്ങനെയായിരുന്നു? എൻ്റെ ഷമീർ. പേരെങ്ങനെ? ശരിക്കും നിങ്ങൾക്ക് ഈ ആംബുലൻസിലേ ഇപ്പം 18ാമത്തെ വയസ്സിൽ വരിക എന്ന് പറയുമ്പോൾ തന്നെ ചെറുപ്രായത്തിൽ വളയം പിടിച്ച് ഇത്രയും സ്പീഡിൽ പോകുമ്പോൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തിരുന്നത്? നമ്മൾക്ക് അത്രയും സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തത് കൺട്രോൾ ചെയ്യണമല്ലോ. കാരണം നമ്മൾ ചവിട്ടിയാൽ കിട്ടുന്നിടത്തായിരിക്കണം നമ്മുടെ എതിരെയുള്ളൊരു വണ്ടി. നമ്മൾ സാധാരണ നോർമലി പോകുമ്പോൾ ഒരു സ്പീഡുണ്ട്, അത് നമുക്കറിയാം. എന്തെങ്കിലും പെട്ടെന്നൊരു അപകടം പറ്റിയാൽ നമ്മൾ അല്ലെങ്കിൽ അപകടം പറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ട്, ചവിട്ടേണ്ടി വന്നാൽ എന്ന് നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് ആംബുലൻസിൽ ഇത്രയും കോൺഫിഡൻസ്? എല്ലാരും മാറിത്തരും, നമ്മൾ എത്തിപ്പെടും എന്നുള്ള വിശ്വാസമാണ്. അവരെ ജീവനും നമ്മളെ ജീവനും നമ്മളെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആലോചിച്ചിട്ടൊക്കെ തന്നെ പോണത്. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ മറ്റുള്ളവർക്ക് കുരിശ് വരക്കുന്നത്, അത് നമുക്കും അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുരിശാണ്. പിന്നെ പടച്ചവന്റെ കഴിവ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില സമയത്ത് ഈ ആംബുലൻസ് അതുവരെ മിണ്ടാണ്ടിങ് വന്നിട്ട് ബ്ലോക്ക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ അതിപ്പോ എല്ലാത്തിലും ഉണ്ടല്ലോ, ഓരോ സാധനത്തിന് ദുരുപയോഗം ചെയ്യുന്നവരും നല്ലത്. പിന്നെ അഥവാ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോ ഒന്ന് ഹോസ്പിറ്റലിൽ ഇവിടെ നിന്നൊക്കെ വിളിക്കും, വാടാനപ്പിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ വിളിക്കും, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ആ റണ്ണിങ്ങിന് വേണ്ടിട്ടൊക്കെ ഇടാറുണ്ട്. അതെന്നാന്നറിയോ തെറ്റിദ്ധാരണ, എന്റെ ഒരു തെറ്റിദ്ധാരണ അല്ല, എന്റെ ഒരു സംശയം കൂടെ ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ നിങ്ങളെ ഇവിടെ നിന്ന് വിളിച്ചു, നമ്മുടെ ആംബുലൻസ് അവിടെ കിടപ്പുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോള് വന്നു, നിങ്ങൾ ഇവിടെ നിന്ന് മറ്റേ ഇത് ഇട്ടിട്ടല്ലേ പോകുന്നത്? അല്ല, എമർജൻസി ആണല്ലോ. അപ്പൊ നമ്മൾ കാണുന്നവർക്ക് നിങ്ങളുടെ അതിനകത്ത് ആരും ഇല്ലല്ലോ. അതെ, അതാണ് ഞാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ നിന്ന് ആളെ കൂട്ടി അടുത്തടുത്ത് ഷിഫ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോരുമ്പോൾ നിങ്ങൾ ഓഫ് ചെയ്തു. എന്നുവെച്ചാൽ ഇവിടുന്ന് ഇപ്പൊ പെട്ടെന്ന് എടുക്കേണ്ട ഒരു കേസാണെങ്കിൽ നമ്മളോട് സൈറായിട്ടില്ലെങ്കിൽ വണ്ടിക്കാർ മാറില്ലല്ലോ. ഇതൊരു വിശ്വാസമാണ്. ഇത് കേൾക്കുമ്പോഴായാലും ഇവിടുന്ന് ഒരു ഏകദേശം മാറിത്തരും എന്നുള്ള വിശ്വാസമാണ്. നമ്മൾ അത്ര വേഗം എത്തിപ്പെടാൻ പറ്റുന്നുള്ളത്. അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബ്ലോക്കിൽ ഇങ്ങനെ പതുക്കെ പോയി പേഷ്യന്റ് എന്തെങ്കിലും പറ്റും എത്ര പെട്ടെന്ന് എത്തിക്കാം നമ്മൾ ചോദിക്കും, എമർജൻസി ആണോ, അതല്ലെങ്കിൽ 10 മിനിറ്റുള്ളിൽ എത്തിയാൽ മതിയോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ പോവുക. നിങ്ങൾക്കൊക്കെ ഇത്രയും പ്രായമുള്ളൂ? എന്നാ പ്രായമാണ്? എനിക്ക് 24. 18 വയസ്സ്. 18 വയസ്സിൽ അതിന്റെ ഓണർ അവനാണ് ഇപ്പൊ. വണ്ടിയല്ലേ? അവന്റെ ആഗ്രഹത്തുമ്പോ ചെയ്ത് തന്നെയാണ്. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ എന്റെ അളിയനുണ്ട് കൂടെ സപ്പോർട്ടിങ്, അവിടെ ഉണ്ടാവും. പെങ്ങളെ മോളെ ഭർത്താവുണ്ട്, അവനും ഡ്രൈവറാണ്. ഇവരെല്ലാരും ഞങ്ങൾ എല്ലാരും വണ്ടി ഓടിക്കും, ബാക്കി എല്ലാരും വണ്ടി എടുക്കും. നിങ്ങൾ ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഇവിടെ. ഇപ്പൊ ഇവിടെ ഈ തളിക്കുളത്ത് നിങ്ങളെ വിളിച്ചാൽ എപ്പോ എവിടെ എത്തില്ല? ഓൾറെഡി ഇവിടെ ഉണ്ട് 3 ആംബുലൻസ് ഉണ്ട്. തൊട്ടപ്പുറത്തെ ആക്സ് ഉണ്ട്, വാടാനപ്പള്ളി ആക്സ് ഉണ്ട്, തുപ്രാർ ആക്സ് ഉണ്ട്. നമ്മൾക്ക് ഇങ്ങനെ ആംബുലൻസ് വിളിച്ചുകൊണ്ട് പോയിട്ട് പറ്റിക്കാറുണ്ടോ ആളുകള്? നമുക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. ഈ എമർജൻസി കേസിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ആരാ പൈസ തരുന്ന? ആംബുലൻസ് ബൈസ്റ്റാൻഡർ ആണ്. നമ്മൾ പരമാവധി വെയിറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോ നമ്പർ എടുത്ത് പോരും, നമ്മളെ വിളിക്കും അവര്. ചിലപ്പോ അവര് പറയും ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഓണർ നമ്പർ കൊടുക്കും, ആള് വിളിച്ചാൽ മതി എന്ന് പറയും. ഇല്ലെങ്കിലും നമ്മള് പോരാറാണ് പതിവ്. അവരെ കാണും, ചിലപ്പോ അവര് കയ്യിലെടുത്ത് തരും, അല്ലെങ്കിൽ നമ്മള് വിളിക്കും, മോനെ ഞങ്ങൾ ഇങ്ങടുത്തുണ്ട്. നമ്മളെ ഹോസ്പിറ്റലിൽ എന്തായാലും എത്തിക്കഴിഞ്ഞാൽ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അവിടെ എവിടെ ഹോസ്പിറ്റൽ റെക്കോർഡിൽ ഉണ്ടാവും. അപ്പൊ അവർക്ക് അവിടെ നിന്ന് അതിലെടുത്ത് വിളിക്കണം, ആരെ കൊണ്ടുവന്ന എന്താന്നൊക്കെ. പരമാവധി നമ്മള് ആരെങ്കിലും വന്നിട്ടേ പോരാറുള്ളൂ. എനിക്ക് ഈ അടുത്തിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായ പോലും ഞാൻ ആംബുലൻസ് വിളിക്കരുതെന്ന് പറഞ്ഞു. എനിക്ക് പേടിയായിരുന്നു, എനിക്കത് കേറാൻ പോലും പേടിയാണ്. അല്ല, ജീവൻ രക്ഷിക്കാനാണ് എല്ലാരും ഈ ആളെ വിളിക്കണമെന്നില്ലല്ലോ. സ്വാഭാവികമായിട്ട് കാറ് കൊണ്ടുപോകുമ്പോ നമ്മൾ പറഞ്ഞ ടൈമിൽ എത്തിയൊന്നുമില്ല, ഇതേപോലെ മാറി കൊടുക്കില്ലല്ലോ. ഇത് നാകുമ്പോ നമ്മളൊരു വിശ്വാസത്തിൽ ചവിട്ടി കഴിഞ്ഞാൽ അല്ല, ഞാൻ പറഞ്ഞല്ലോ മറ്റേ ജഗതി പറഞ്ഞല്ലേ, ആ നിലവിളി ശബ്ദം കേൾക്കുമ്പോ ഒന്നുകൂടെ ചിലപ്പോ എനിക്ക് അറ്റാക്ക് കേറുന്നവർ പറയാറുണ്ട് കേട്ടാ, ശബ്ദം ഇട്ടുണ്ടാവും. നമ്മളപ്പോ ഹോൺ അടിച്ച് പോകും.
അവർക്കതൊരു BP കാര്യങ്ങളൊക്കെ കൂടുന്ന ബുദ്ധിമുട്ടുണ്ട്. സയറിടണ്ടെന്ന് പറഞ്ഞാൽ സയറിടൂല, ബാർലൈറ്റ് ഇട്ടിക്കാണ്ട് നമ്മൾ ഹോൺ അടിച്ചിട്ട് കയറി. പരമാവധി നമ്മളെ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ അടച്ചിട്ട് ഫുൾ അടച്ചിട്ട് വലിയ സൗണ്ട് സൗണ്ട് ഇല്ലാണ്ട് ഉള്ളിലേക്ക് വരില്ല, പോവില്ല. ഫുൾ ലോക്കിങ്. ഇപ്പൊ ഈ ഞാൻ ചോദിച്ചില്ല, ഇങ്ങനെ കൊണ്ടുപോകുന്നവര് പൈസ തരാണ്ട് അല്ലെങ്കിൽ അവര് പറഞ്ഞ പൈസ തരാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടോ? അതായത് നമ്മളിപ്പോ ഓൾറെഡി നമ്മളെ ഇതന്നെ കൊടുത്തുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഇന്ധന ചെലവിന് സേവനം കൊടുത്തിട്ടുള്ളത് നമ്മൾ. അപ്പൊ ഈ പോകുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കുന്ന കാര്യമുണ്ട്. അവര് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കുന്നതാണോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയാൽ മതിയോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ചില കയ്യിലുണ്ടാവില്ല, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് തരും, ചിലർ കൈയോട്, ചിലർ കൂടുതൽ തരുന്നവരുണ്ട്, പിള്ളേർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നവരുണ്ട്. ഡെഡ് ബോഡീസ് കൊണ്ടുപോയിട്ടുണ്ടോ? ദൂരെ കൊണ്ടുപോയിട്ടുണ്ടോ? സ്നേഹതീരത്ത് മരിച്ചില്ലേ, ഇന്നലെ കൊണ്ടുപോയി വന്നിട്ടുള്ളവര്. ഓ, ബാംഗ്ലൂർ, കർണാടക, തമിഴ്നാട് ബോർഡർ. അപ്പൊ എങ്ങനെ കൊണ്ടുപോകും? അവരില്ല എന്തായാലും കൂടെ. അണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട, അവരവിടെ ചെന്നിട്ട് അവരെന്നെ എടുത്തോളൂ. കേറ്റലും ഇറക്കലും ഒക്കെ നമ്മൾ തന്നെ. പിന്നെ നമ്മള് ഫ്രണ്ടിലിരിക്കും, ബോഡി ബാക്കിലല്ലേ, അവരാൾക്കാരല്ലേ അവിടെ ഇരിക്കും. എന്നാലും തിരിച്ചു പോരുമ്പോ ഒരു പേടി. ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരാ കുടുംബക്കാരനെ ആയിരിക്കും, അവരെ ചെയ്തിട്ട് നമ്മളടുത്തേക്ക് വരും. എന്നാലും തിരിച്ചു വരുമ്പോ പേടിയൊന്നുമില്ല. തിരിച്ചു വരുമ്പോ എന്തായാലും ഉണ്ടാവില്ല, അത് ശരിക്കും. അല്ല, എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് പോവാണെങ്കിലും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഇതൊക്കെ വിചാരിച്ച് ഞാൻ കയറാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ നിങ്ങളെ പോലുള്ളവരുടെ ടെസ്റ്റ് ചെയ്യുന്നതാ. ഞാനേ നിങ്ങളൊന്ന് എനിക്ക് അറിയണല്ലോ. എനിക്ക് പക്ഷെ പേടിയാ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. എനിക്ക് ഇതൊക്കെ ഭയങ്കര പേടിയാ. അതെങ്ങനെ നമ്മള് ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പൊ ഒരു അപ്രതീക്ഷിതമായിട്ട് എവിടെയെങ്കിലും പോകുമ്പോ ഒരു ആക്സിഡന്റ് കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാം. ബൈസ്റ്റാൻഡർ ഇല്ലെങ്കിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ട് അവരെ ഫോണിൽ ലോക്ക് പറഞ്ഞിട്ടായാലും വിളിച്ചു പറഞ്ഞ് അവര് വരുന്നവരെ വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഈ കഴിഞ്ഞ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടത് ഭയങ്കര വൈറലായതല്ലേ, അതുകൊണ്ട് 11 വലിയ ഇതുപോലെ തന്നെ ഒരു കുട്ടീനെ ചെയ്തത്. അപ്പൊ എനിക്ക് ഒരുപാട് പേര് ഇങ്ങനെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൂടെ മുന്നേ നിന്ന ഓഫീസിലെ ഒരു പയ്യൻ ഇതുപോലെ ആംബുലൻസ് ഡ്രൈവർ. അവൻ എന്തോ അത് ഭയങ്കര, ചേച്ചി എനിക്കത് ഭയങ്കര ഫീലാണ്. ആ വണ്ടിയിലേക്ക് കേറുമ്പോഴത്തേക്കും പിന്നെ ഇതിപ്പോ ഈ കുട്ടി എന്ന് പറഞ്ഞ സംഭവം ഈ ഓൾ കേരളയിലായാലും പുറത്തുള്ള ആംബുലൻസ് ആയാലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ കുട്ടികളായാലും ആൾക്കാരായാലും ഈ ടൈമിന് എത്തിച്ച് രക്ഷപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ മിക്ക ഡ്രൈവേഴ്സ് ഒറ്റയ്ക്കായിരിക്കും. അതുകൊണ്ടൊക്കെ ഈ വീഡിയോ ഒക്കെ വരാത്ത ചില ഒരു നമ്മൾ കൂടെ അറിയില്ലുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നു. ആംബുലൻസ് ഡ്രൈവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, നമ്മളെ മാത്രമായി ചെയ്ത കാര്യം നല്ലത്. അല്ല, ഞാനും ചോദിക്കുന്നത് നീയൊക്കെ വണ്ടി ഓടിക്കുവാണോ വീഡിയോ എടുക്കുവാണോ? അല്ല, ഇവര് രണ്ടുപേരുണ്ടായിരുന്നല്ലോ. ഞാനല്ല വണ്ടി ഓടിക്കണം. സ്വാഭാവികമായിട്ട് ഒരു വീഡിയോ എടുത്തെന്നുള്ളൂ. നമ്മളത് ഫ്രീ ആയിരുന്നപ്പോ ഞാനത് ചെയ്തു ഇട്ടു. പക്ഷെ നമ്മൾ ഇത്രയും കത്തി കയറും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഇടുന്നതല്ലല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് എന്തുകൊണ്ടാണ് വൈറലാവുന്നത്? ഒരു ജീവൻ രക്ഷിച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ ആ സംയോജിതമായി ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും നല്ല സ്വഭാവമാണ്. അതായത് നമ്മൾ അവരോട് വീണ് കിടക്കുന്നവനെ തല്ലരുതെന്ന് സേവനത്തിലല്ലേ, തല്ലരുതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ് പോയ ഒരാളെ ഒരു ഹാൻഡ് കൊടുത്ത് ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു കൈ കൊടുത്ത് ഏൽപ്പിച്ച് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരു കാരുണ്യം. എന്താ പറയാ നിങ്ങളുടെ ഭാഷയിൽ, എന്താ പറയുക, കാരുണ്യം. എന്താ അല്ല, ഇതില് വേറെ നിങ്ങൾ ചോദിച്ചൊരു കാര്യമില്ലേ, പൈസ ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു 3-4 ക്ലബ്ബ് വ്യക്തികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പൈസ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കാൻ. ഒന്ന് ജാബിർക്ക് തൃത്തലൂര്, മറ്റേ സോഷ്യൽ വർക്കറാണ് സഹചാരി എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ഇവിടെ തളിക്കുളത്ത് ചിക് സിറ്റി ഹോട്ടൽ നടത്തുന്ന പുള്ളിക്കൊരു ക്ലബ് ഉണ്ട് അവിടെ, അവര്. പിന്നെ അതുപോലത്തെ തളിക്കുളത്ത് മറ്റേ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കണം. ഈ ഒലിവിന്നൊക്കെ നമ്മൾ കൊണ്ടുപോയുള്ള ചില കേസിലും ചിലപ്പോൾ ആൾക്കാർക്ക് പൈസ തരാൻ പറ്റിണ്ടാവില്ല. അപ്പൊ ഈ ഒലിവില അവരും ജാബിർക്ക് കൂടി ഞങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ട്, ഡീസൽ അടിക്കാനുള്ള പൈസ തന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടായ ആൾക്കാർ. അപ്പൊ അങ്ങനെ കുറെ സഹകരിച്ച് പോകുന്നുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഉപ്പ, ഉമ്മ, 2 ഇക്കമാര്, താത്ത. അല്ല, ഇവർക്ക് പേടിയുണ്ടോ ആംബുലൻസ് ഡ്രൈവർ ആണെന്ന് പറയുമ്പോ? ആദ്യം ഒരു അക്സെപ്റ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചില വണ്ടി വീട്ടിൽ കൂടുന്നവരിലും ബ്ലഡ് കളയലും ആദ്യം എതിർപ്പായിരുന്നു, വണ്ടി കൊണ്ടുണ്ടോ അല്ലെങ്കിൽ പോകണ്ടെന്നൊക്കെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാരും ഓക്കെയാണ്. എപ്പോഴെങ്കിലും ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് മുഖാമുഖം കണ്ടിട്ടുണ്ട്. ഇപ്പം പലപ്പോഴും ആംബുലൻസിൽ പോകുമ്പോൾ നമ്മള് അപ്രതീക്ഷിതമാണല്ലോ, എത്ര ഓൺ അടിച്ചാലും. അതൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്തൊരു 4 ദിവസം മുമ്പ് തൃപ്രയാർന്നൊരു പാമ്പ് കടിച്ചൊരു കേസ് ഞാനും ഫൈസൽ എന്ന് പറഞ്ഞ പയ്യനും കൂടി കൊണ്ടുവരുന്നു. ആ സമയത്ത് കോട്ടമലിന്റെ അവിടെ വെച്ചിട്ട്, നാട്ടിലെ കോട്ടമലിന്റെ അവിടെ വെച്ചിട്ട് കറക്റ്റ് ഞാൻ ചോദിച്ചു, ആ വണ്ടി എൻ്റെ മുമ്പിൽ ഒന്ന് കയറി ഇടിച്ചു എന്ന് ചോദിച്ചു. കാരണം ഇടിച്ചിട്ടാണ് അവൻ സ്ക്രാച്ച് ചെയ്തിട്ടാണ് വരുന്നത്, റോട്ടിൽ കൂടെ സ്ക്രാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ഞാൻ വിചാരിച്ചു എൻ്റെ വണ്ടിയുമ്പോൾ തട്ടി, ആംബുലൻസിൽ വരുന്നത് എൻ്റെ വണ്ടിയുമ്പോൾ തട്ടിയെന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്നിട്ട് നമ്മൾ തളിക്കുള അഫ്സൽഖാക്ക് വിളിച്ചു, ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ട്. കാരണം ഓൾറെഡി ഞാൻ ഒരു പാമ്പ് കുട്ടീനെ കടിച്ച കേസ് കൊണ്ടുപോവാണ്. അഫ്സൽഖാനെ വിളിച്ചു, അഫ്സൽഖാൻ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ട്, അതൊന്ന് നോക്കുമെന്ന് പറഞ്ഞു.
ആൾക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. MA ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചു, കുഴപ്പമൊന്നുമില്ല. ഓ ഇങ്ങനെ നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളായിട്ട് എന്തെങ്കിലും ആക്സിഡന്റ് വന്നാല് നമ്മുടെ ആശാനോട് ഉണ്ടല്ലോ വണ്ടി നിങ്ങൾക്കുള്ളവരെ പുള്ളിനെ വിളിക്കാം, അല്ലെങ്കിൽ കൂടെ നമുക്ക് ബന്ധപ്പെട്ട് കുറെ വണ്ടികളുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് വെച്ചാൽ ഇവിടുന്നാണ് ഓട്ടം വിളിക്കുന്നത്, അതിന്റെ തൊട്ടടുത്ത് സർക്കിളിൽ ഏത് വണ്ടിയാണ് ഉള്ളത് പരമാവധി നമ്മൾ അത് വിടും. ഇതുപോലെ നമുക്ക് കേസ് കൊണ്ടുപോകുമ്പോഴും നമ്മൾ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ആംബുലൻസുകാരെ അറിയിക്കുക. അപ്പൊ അവര് അതിനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള റൂട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ആ റൂട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആണെങ്കിലും. ലൈഫിൽ എപ്പോഴെങ്കിലും മറക്കാനാവാത്ത സംഭവം ഈ ആംബുലൻസിൽ പോയിട്ടുണ്ടായിട്ടുണ്ടോ? വരണം. അത് നമ്മളെ വീടിൻ്റെ അടുത്തൊരു ആക്സിഡന്റ് വെച്ചാല് നമ്മളൊരു കൂട്ടുകാരൻ്റെ ഇക്കയും ബാബി, അവർ ഓൾറെഡി രണ്ടാളും പുറത്തായിരുന്നു. ആളെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഇക്കാടെ പെങ്ങളെ കല്യാണത്തിന് വന്നവര് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ആക്സിഡന്റ് ആയി, രണ്ടാളും മരിച്ചു സ്പോട്ടിൽ. അതിൽ ആ ബാബിനെ എടുത്തത് ഞാനാണ്. ഓൾറെഡി എടുക്കുമ്പോൾ തന്നെ ഫുൾ എല്ലൊക്കെ പൊട്ടിയിരുന്നു. കാരണം ബസ് കയറിയതായിരുന്നു ബാക്ക് സൈഡില്. അപ്പോൾ ചെസ്റ്റിലും വയറിൻ്റെ അവിടുത്തെ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഞാനത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷമാണ് അറിയുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ ഇക്കയും വൈഫായിരുന്നു. ശരിയാണ്, നമ്മൾക്ക് അതുവരെ നമുക്ക് ആൾക്കാർ പരിചയമില്ല, പരിചയമില്ലാത്ത മുഖങ്ങളാണ്. പരിചയമുള്ള ഒരു മുഖത്തിന് അന്ന് കേസ് കൊണ്ട് പിന്നെ പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് പേഴ്സണലായിട്ട് ഏകദേശം 97 കോൾ വന്നിട്ടുണ്ട് പോക്ക് കണ്ടിട്ട്. നീ എവിടേക്ക് പോണ, ആരെ കൊല്ലാനാണ് പോണത്, നീ ചാവാനാണോ പോണെന്ന് ചോദിച്ചു. കാരണം എനിക്കറിയുള്ളൂ ഇത് സിറ്റുവേഷൻ എന്താണെന്ന്. ഓൾറെഡി ഞാൻ MA ഹോസ്പിറ്റലിൽ കയറ്റിയിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ബാക്ക് ഡോർ പറഞ്ഞു ഇവിടെ എടുക്കൂല എന്ന് പറഞ്ഞവര് അവരെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല. അവർ നേരെ അശ്വിനി ഹോസ്പിറ്റലിലോട്ട് വിട്ടു. നേരെ അടച്ചു, നേരെ അശ്വിനി ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ എത്തിയപ്പോൾ രക്ഷപ്പെട്ടില്ല. ആളുകൾ പ്രാവുമല്ലേ, സ്പീഡിൽ ചേച്ചിയാലും പറഞ്ഞില്ലേ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ. അത് ഞാൻ പ്രായിട്ടില്ല, അല്ല നിങ്ങളെയൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെയ്യാൻ പറ്റാതെ എനിക്കെന്നല്ല. ഇപ്പൊ ഒരുപാട് ആളുകളുണ്ട്, ഭയങ്കര ധൈര്യശാലികളുണ്ട്, ഒട്ടും ധൈര്യമില്ലാത്തവരുണ്ട്, ഇടത്തരം ധൈര്യമുള്ള ഞാനൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ആംബുലൻസ് കാണുക, ആംബുലൻസിലേക്കൊക്കെ പോവാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം അതെന്തോ ഒരു അതെ 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 തീർച്ചയായിട്ടും നമ്മള് വർക്കായാലും നമ്മൾ ഞാൻ ശ്രദ്ധിച്ചത് ഇത് ഓരോന്നും നമ്മൾ കാണുമ്പോഴും ഓരോന്നും ചെയ്യുമ്പോഴും എക്സ്പീരിയൻസിങ് ആണ്. നമ്മളെ ചിലവരെ കൈ മുറിഞ്ഞ ചിലവർ കാണാം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ കാണാൻ തലയിറങ്ങി വീഴുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഡല്ലായി പോകും. നമുക്കിപ്പോ ചെറിയ ചെറിയ ബ്ലഡ് കാണുമ്പോൾ തലയിറങ്ങുന്നുണ്ടെങ്കിൽ റോട്ടിൽ ആക്സിഡന്റ് കാണുമ്പോൾ സ്വാഭാവികമാണ്. എക്സ്പീരിയൻസ് ആയതാണ്. ഇപ്പോൾ ഒരു ആക്സിഡന്റ് ആയിട്ട് ചേച്ചി പറഞ്ഞു എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാം, ആംബുലൻസ് കണ്ടാണ്. പക്ഷെ ചേച്ചിക്ക് അറിയില്ല, ഈ കൂടെ നിൽക്കുന്നവർക്ക് അറിയില്ല വേറെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോന്ന്. അപ്പൊ ചിലപ്പോ ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ 15 മിനിറ്റ് ഉണ്ടാവും നമ്മളോട് എത്തുക. അപ്പോൾ ആ 10 മിനിറ്റ് അവിടെ പോയില്ല, അതിലാണ് കാര്യം. അതെ, എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ആക്സിഡന്റ് കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വാരി എടുക്കരുത്, ചിലപ്പോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല. നമ്മൾ ബാക്ക് ആയാലും ഷോൾഡേഴ്സ് ആയാലും കാലിലായാലും ഓരോ ഗ്യാപ്പുകളുണ്ട്. ഒരു സാധാ മനുഷ്യനെ പൊന്തിക്കുന്ന മാതിരി ആക്സിഡന്റ് എടുക്കുന്ന ആളെ ട്രെയിനിങ് ഉണ്ടോ? നമ്മളെ ഓൾറെഡി അവർ കൂളാക്കും. നഴ്സുമാരായാലും ഡോക്ടർമാരായാലും ഇത്ര എന്താ പേര് എന്ത് ചെയ്യുന്നതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൽ തന്നെ അവർ മാറ്റിക്കൊണ്ടിരിക്കും. നഴ്സുമാരായാലും ഡോക്ടർമാരായാലും നമുക്ക് പറ്റിയ മൈൻഡ് സെറ്റിൽ വേറെ ചിന്തയിലോട്ട് മാറ്റും. ഡോക്ടറായാലും നഴ്സുമാരായാലും. അല്ല ഞാൻ പറഞ്ഞതാണ്, നമുക്ക് പേടിയാണ് എപ്പോഴും. എന്റെയൊക്കെ ഞാൻ പറഞ്ഞ അതുപോലെ പേടിയുള്ള മനുഷ്യരുണ്ട്. ചിലവരുണ്ട് ഈ പറഞ്ഞ പോലെ ക്രേസ് ആയിട്ട് ആംബുലൻസ് ഓടിച്ച് ജീവൻ രക്ഷിക്കണം. അത് ഈ പറഞ്ഞ പോലെ പേടിയല്ല ഞങ്ങൾക്ക് ഉണ്ടിട്ടാ, പേടിയില്ലാതെ ഞങ്ങൾ പറയില്ല. ഞങ്ങൾക്ക് പേടി കുറവ്. ഈ പറഞ്ഞ ഒരു വണ്ടി ചിലപ്പോ ഓട്ടം വെച്ച് പേടിയില്ലാണ്ടിരിക്കോ? നമ്മളുള്ളിലൊരു തീ എന്തായാലും വരും. കാരണം അവിടെ എത്തുന്നവരെ പേടി തന്നെയാണ്. അവിടെ എത്തി കഴിഞ്ഞാൽ സമാധാനമുള്ളൂ. നമ്മൾ വണ്ടി എടുത്ത് വന്ന് അവരെ മറ്റേ കാഷ്വാലിറ്റി കയറ്റിയാൽ വണ്ടി വട്ടം ചാടുന്നതിനെ കഴിഞ്ഞും എന്നെ സംബന്ധിച്ച് ആളുകൾ ക്രോസ് ചെയ്യുമ്പോ ഒക്കെ ഉള്ള ഒരു വയ്യാത്തവരൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു കാർ ഫ്രണ്ടിൽ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൗണ്ട് കേട്ടുമ്പോ ചിലപ്പോ ലെഫ്റ്റ് ഒതുക്കും, ചിലപ്പോ റൈറ്റ് ഒതുക്കും. ലെഫ്റ്റ് ഒതുക്കുമ്പോ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വെക്കാ കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. ഇത് കറക്റ്റ് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് വണ്ടി നേരെ ഇതിൽ ഈ ഒരു കോർണറിൽ വന്നിരിക്കും. അതാണ് കൂടുതലും ആക്സിഡൻസുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഞാനേ ഇപ്പൊ ഈ ബാക്കി പറഞ്ഞല്ലോ എന്റെ ഹോസ്പിറ്റലിൽ കേട്ടില്ലേ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് നാട്ടുകാരായാലും ഷോപ്പുകാരായാലും ഒക്കെ സഹകരണമാണ്. ഭയങ്കര സഹകരണം. ഈ വണ്ടിക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പോയാൽ ആംബുലൻസ് പറയുമ്പോൾ എന്തെങ്കിലും കുറച്ച് തരാം. സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ വർഷാപ്പിൽ പെട്ടെന്ന് ചെയ്ത് തരാം, അവരെന്തെങ്കിലും കുറച്ച് തരാം. നമ്മളെ വണ്ടി 4 ദിവസം മുമ്പ് മറ്റേ തൊടുപുഴ വെച്ചിട്ട് തൊടുപുഴല്ലേ
മൂവാറ്റുപുഴ വണ്ടി പഞ്ചറായപ്പോ രാത്രി 1 മണി എടുത്താണ് ഒന്ന് പഞ്ചർ ഒട്ടിച്ച് പഞ്ചർ സ്റ്റെപ്പിനൊക്കെ പൈസ എത്ര വെച്ചപ്പോ ഞങ്ങൾ ആംബുലൻസിന് പൈസ മേടിക്കാറില്ല. പേടിക്കാറില്ല. ഒരു സുപ്രഭാതത്തിൽ പഠിച്ചോൻ പോലെ വന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു ബൈക്കാരൻ വന്നു. എന്താ മോനെന്ന് വെച്ച് പഞ്ചറായതാണ്. ശരി, ഇപ്പൊ 1.5 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അപ്പുറത്ത് പോകാൻ. ഞാൻ സാധനങ്ങൾ എക്യുപ്മെന്റ്സ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. സ്റ്റെപ്പിനെ ഇറക്കി ടയർ മാറ്റി പൈസ 500 രൂപ എന്റെ അടുത്ത് ഇത് നിങ്ങൾ എന്തെങ്കിലും എടുത്തോളി എന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോ ആംബുലൻസിന് അത് വേണ്ട. ഇതേപോലെ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ആളുകൾക്ക് നിങ്ങളെ കാണുമ്പോ അങ്ങനെ ഒരു കൈ ദൈവത്തിന്റെ കരങ്ങൾ എന്നുള്ള നൈറ്റ് രീതിയിൽ ഒക്കെ ഫുഡ് ചിലപ്പോ പിള്ളേര് അവര് നടത്തുന്ന ഷോപ്പിൽ പിള്ളേര് കൊടുത്തിട്ടാ ഫുഡ് ഉണ്ട് കേട്ടോ. കാറ്ററിങ്ങിന് പോയി ഒരു ഫുഡ് കഴിച്ചിന് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് തരുന്നവരൊക്കെ ഉണ്ട്. സന്തോഷം നമുക്ക് അതൊക്കെ. ഈ നമ്മളാണെങ്കിലും പറയും ഓവർ സ്പീഡ് പോകുന്ന ആളുകളോട് നമ്മളും പറയും നിങ്ങൾ സൂക്ഷിച്ചു എന്നൊക്കെ പറയാം. അത് പുറത്ത് പറയുന്നവര് തെറ്റിദ്ധാരണയാണ്. പക്ഷെ ഈ വണ്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് യോഗിന്റെ അവസ്ഥ വെച്ചാല് എന്താണ്? ഞാൻ ഫ്രണ്ട് നോക്കുമ്പോ എനിക്ക് ബാക്കത്തെ കാര്യം അറിയില്ല. ഞാൻ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയാലാണ് അവരെന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് അതിലാണ് നമ്മള് ആക്സിലേറ്റർ പെഡൽ കൊടുക്കുന്നത്. അതിന്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് അധികം ഞമ്മക്ക് അറിയില്ല. ഇല്ലല്ലേ, എല്ലാവരും അധികം അറിയില്ല. ആ വീഡിയോയില് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതിന്റെ അച്ഛന് ആ കുട്ടിനെ കെട്ടി നിലത്താണ് ഇരിക്കുന്നത്, സീറ്റിലല്ല, നിലത്തിരുന്നിട്ടാണ് ഇവ അമ്മാതിരി. ഞാനാണ് വീഡിയോ എടുത്തത്. ഇവ അമ്മാതിരി പട പഠിച്ചിട്ടും ആ കുട്ടിനെ മുറുകെ പിടിച്ചിട്ടാണ് ആ അച്ഛനെ ഇരിക്കുന്നത്. അപ്പൊ പുറത്തുള്ളവര് പറയും ഓവർ സ്പീഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അതിന്റെ അവസ്ഥ നമുക്ക് അറിയുള്ളൂ. അവരറിയാൻ പോകണമെന്നില്ല പുറത്തേക്കുള്ള കാര്യങ്ങൾ. എന്താണെങ്കിലും ഇനിയും ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ. കാരണം ഇങ്ങനെ ഒരു സംഭവം നടത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ സാധനമാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിലെല്ലാം ഇൻഷാ അല്ലാ അങ്ങനല്ലേ? ഓക്കെ, താങ്ക് യു.